أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ കാബയുടെ താക്കോൽ ഹസ്രത്ത് ഉസ്മാൻ ബിൻ ത്വൽഹയുടെ കൈവശമായിരുന്നു. മക്ക വിജയം നടന്നപ്പോൾ അന്ന് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു സിഖായിയുടെ, അതായത് സംസം ജലം നൽകുന്നതിൻ്റെ ബഹുമതിയും അതുപോലെ താക്കോൽ സൂക്ഷിപ്പുകാരൻ്റെ ബഹുമതിയും ലഭിക്കാനായി അപേക്ഷിച്ചു. അതായത് താക്കോൽ കൂടി തനിക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഉസ്മാൻ ബിൻ ത്വൽഹയെ വിളിപ്പിച്ചു താക്കോൽ തിരികെ നൽകുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: അൽ യൗമു യൗമു ബിർറിൻ വ വഫായിൻ. ഇന്ന് നന്മയുടെയും വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെയും ദിവസമാണ്. അന്ന് ഉസ്മാൻ ബിൻ തൽഹ മുസ്ലിമായി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ എന്തിനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിന് മുമ്പ് ഒരു തവണ ഉസ്മാൻ ബിൻ തൽഹയോട് കാബയുടെ താക്കോൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്സിക്കുകയും വളരെ നീചമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അങ്ങേയറ്റം ക്ഷമയോടെ വർത്തിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: യാ ഉസ്മാൻ ലഅല്ലക സതറ ഹാദൽ മിഫ്താഹ യൗമൻ ബിയദി അദാഹു ഹൈസു ഷിത്. ഓ ഉസ്മാൻ, ഓർക്കുക, ഈ താക്കോൽ എന്നെങ്കിലും എൻ്റെ കയ്യിലെത്തും. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ്. അന്ന് ഉസ്മാൻ ഇപ്രകാരം മറുപടി നൽകി: ഒരു സമയം അങ്ങനെ വരികയാണെങ്കിൽ അത് ഖുറൈശികളുടെ നാശത്തിൻ്റെയും നിന്ദ്യതയുടെയും സമയമായിരിക്കും. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അമറത്ത് വ ഉസ്സത്ത് യൗമൈസിൻ. അങ്ങനെയല്ല, മറിച്ച് അന്ന് ഖുറൈശികളുടെ സമൃദ്ധിയുടെയും ബഹുമാനാദരങ്ങളുടെയും സമയമായിരിക്കും. നബി തങ്ങൾക്ക് തന്നോട് ചെയ്ത എല്ലാ അതിക്രമങ്ങളും അന്ന് ഓർമ്മയുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ മഹാത്മാവ് അവരോട് കാരുണ്യവും ദയയും കാണിച്ചു. മറ്റൊരു നിവേദനത്തിൽ ഉസ്മാൻ ബിൻ തൽഹ സ്വയം ഇപ്രകാരം പറയുന്നു: ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിന് മുമ്പുള്ള അജ്ഞാന കാലത്ത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞങ്ങൾ കാബ തുറക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആഗതരായി. ഏതാനും ആളുകളോടൊപ്പം കാബയിലേക്ക് പ്രവേശിക്കാനായി ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ നബി തങ്ങളോട് കഠിനമായി സംസാരിച്ചു. എന്നാൽ ആ മഹാത്മാവ് വളരെ സൗമ്യമായി എന്നോട് സംസാരിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: ഓസ്മാൻ, ഒരു ദിവസം ഈ താക്കോൽ നീ എൻ്റെ കയ്യിൽ കാണുമാറാകും. അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നൽകുന്നതാണ്. ഈ പറയപ്പെട്ട ദിവസമായിരുന്നു അന്ന്. ഈ കാര്യങ്ങളെല്ലാം ഉസ്മാന് ഓർമ്മ കാണും. നബി തിരുമേനിയും ആ ദിവസം വിസ്മരിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ആ മഹാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു: ഓ ഉസ്മാൻ, താങ്കൾ തന്നെ താക്കോൽ സൂക്ഷിച്ചു കൊള്ളുക. അങ്ങനെയൊക്കെ നടന്നിട്ടും ഇതാ താക്കോൽ ഞാൻ ഇന്നിത് താങ്കൾക്ക് തരുന്നുവെന്നും ഇന്ന് നന്മയുടെയും വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെയും ദിവസവുമാണെന്നാണ് ആ മഹാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞത്.
ഈ താക്കോൽ എന്നേക്കുമായി എടുത്തുകൊള്ളുക. താങ്കളിൽ നിന്നും ഒരു അതിക്രമി മാത്രമേ ഇത് പിടിച്ചെടുക്കുകയുള്ളൂ എന്നും പറയുകയുണ്ടായി. ഇത് താങ്കളുടെ കുടുംബത്തിൽ തന്നെ നിലനിൽക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഇന്നുവരെ കാബയുടെ താക്കോൽ ആ കുടുംബത്തിൽ തലമുറകളായി കൈമാറി വരുന്നു. നിവേദനമുണ്ട്, മക്ക വിജയത്തിന്റെ 2-ാം ദിവസം ബനു ഹുസൈലിൽപ്പെട്ട ഒരു മുഷ്രിക്കിനെ, ബഹുദൈവ ആരാധകനെ കൊന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കാര ശേഷം ഖുതുബ നൽകാനായി എഴുന്നേറ്റു. ആ മഹാത്മാവ് തൻ്റെ പുറം കാബയോട് ചേർത്ത് വെച്ച് അവിടെ ചാരി നിൽക്കുകയായിരുന്നു. ഒരു നിവേദന പ്രകാരം ആ മഹാത്മാവ് തൻ്റെ ഒട്ടകപ്പുറത്ത് കയറുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്ത ശേഷം ഇപ്രകാരം പറഞ്ഞു: ഓ ജനങ്ങളെ, അള്ളാഹു താല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം, സൂര്യനെയും ചന്ദ്രനെയും പടച്ച ദിവസം, സഫ മർവ എന്നീ 2 പർവ്വതങ്ങളെ നാട്ടിയ ദിവസം മുതൽ മക്കയെ ഹറം അഥവാ പുണ്യ സ്ഥലം ആക്കിയിരിക്കുന്നു. ജനങ്ങളല്ല ഇതിനെ ഹറം ആക്കിയത്. ആ മഹാത്മാവ് പറഞ്ഞു, ഇതിനെ ജനങ്ങളല്ല പരിശുദ്ധ ഭൂമിയാക്കിയത്, മറിച്ച് അള്ളാഹു ആണ് ഇതിനെ പുണ്യഭൂമിയാക്കിയത്. ഇത് അന്ത്യനാൾ വരെ ഹറം തന്നെയാണ്. അതിനാൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവന് ഇവിടെ രക്തം ചിന്തുന്നതും ഇവിടെയുള്ള മരങ്ങൾ മുറിക്കുന്നതും അനുവദനീയമല്ല. ഇത് എനിക്ക് മുമ്പുള്ള ആർക്കും അനുവദനീയമായിരുന്നില്ല, എൻ്റെ ശേഷമുള്ള ആർക്കും അനുവദനീയമായിരിക്കുകയുമില്ല. എനിക്ക് ഇത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായിരുന്നു അനുവദനീയമായിരുന്നത്. പിന്നീട് ഇതിൻ്റെ ഹുർമത്ത്, പവിത്രത ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തിരികെ വന്നിരിക്കുന്നു. നിങ്ങളിൽ ഇവിടെ ഹാജിറുള്ളവർ ഗായിബായവർക്ക്, ഹാജിരില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ യുദ്ധം ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയുക, അല്ലാഹു താല ഇത് തൻ്റെ റസൂലിന് അനുവദനീയമാക്കിയിരുന്നു, നിങ്ങൾക്കത് അനുവദനീയമാക്കിയിട്ടില്ല. ഓ ജനങ്ങളെ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ജനങ്ങളിൽ ഏറ്റവും ധാർഷ്ട്യം കാണിക്കുന്നവൻ ഹറമിൽ വെച്ച് കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ തൻ്റെ കൊലപാതകിയല്ലാത്ത മറ്റൊരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ അജ്ഞാനകാലത്തെ രക്തത്തിന് പകരം വീട്ടാനായി കൊലപാതകം നടത്തുകയോ ചെയ്യുന്ന വ്യക്തിയാണ്. ഓ ബനു ഖുസാ, കൊലപാതകത്തിൽ നിന്ന് നിങ്ങളുടെ കൈകൾ പിൻവലിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ കൊന്നിരിക്കുന്നു, ഞാൻ അതിൻ്റെ ദിയത്ത്, നഷ്ടപരിഹാരം നൽകാം. ആ മഹാത്മാവ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം നൽകാം. ഇതൊരു ഉടമ്പടിയാണ്. എൻ്റെ ജാമ്യത്തിന് ശേഷം ആരെങ്കിലും ഒരാളെ കൊന്നാൽ അവൻ്റെ ബന്ധുക്കൾക്ക് മുമ്പിൽ 2 ഓപ്ഷനുകളുണ്ട്, 2 കാര്യങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ദിയത്ത് അഥവാ ബ്ലഡ് മണി വാങ്ങാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ വധിക്കാം. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഖുസാ കൊന്ന ആ വ്യക്തിയുടെ ദിയത്ത് 100 ഒട്ടകങ്ങളായി നൽകി. അവരുടെ ഭാഗത്തു നിന്നും താങ്കൾ ദിയത്ത് നൽകുകയുണ്ടായി. അതേ ദിവസങ്ങളിലാണ് ഫദാല ബിൻ ഉമേറിൻ്റെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ഗൂഢാലോചന വെളിപ്പെട്ടത്. അതിൻ്റെ വിശദാംശങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മക്ക വിജയ ദിവസത്തിൽ ഉള്ളിൽ ദുഃഖം പേറി നിസ്സഹായരായിരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്രിമ തുടങ്ങിയ മക്കയിലെ ധീരരായ ചില യുവാക്കൾ ഔദ്യോഗികമായി ഒരു സൈന്യം രൂപീകരിച്ച് ഒരിടത്ത് നിന്ന് സായുധ പ്രതിരോധം നടത്തി. സമാനമായ ചിന്താഗതിക്കാരായ ഒരാളായിരുന്നു ഫദാല ബിൻ ഉമേർ. അദ്ദേഹം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയെ തവാഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും ആ ജനക്കൂട്ടത്തിൽ ചേർന്നു. ഞാൻ വിചാരിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുമ്പോൾ എൻ്റെ കഠാര കൊണ്ട് രഹസ്യമായി ആക്രമിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൗസുബില്ലാ വധിക്കാമെന്നായിരുന്നു. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ആ മഹാത്മാവിനെ പിന്തുടരുകയുണ്ടായി. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ആ മഹാത്മാവ് അദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിച്ചു, നീ ഫദാലയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. അദ്ദേഹം കള്ളം പറയുകയായിരുന്നു. അപ്പോൾ ആ മഹാത്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. ആ മഹാത്മാവ് പറഞ്ഞു, നീ പറഞ്ഞതല്ല ചെയ്യുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൈവച്ചു. ഫദാല പറയുന്നു, അള്ളാഹു ആണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചിൽ നിന്ന് കൈ മാറ്റുന്നതിന് മുമ്പ് തന്നെ
ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയങ്കരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമായി മാറിയിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. ദുരുദ്ദേശത്തോടെയായിരുന്നു അദ്ദേഹം പോയതെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിൽ വിപ്ലവാത്മകമായ മാറ്റമുണ്ടായി. അതേ ദിവസങ്ങളിലാണ് ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവിന്റെ ഇസ്ലാം മത പരിവർത്തനത്തെക്കുറിച്ചും പരാമർശമുള്ളത്. ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവ് മക്ക വിജയം വരെയും വിശ്വാസം കൈക്കൊണ്ടിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. മക്ക വിജയ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിൽ പ്രവേശിച്ചപ്പോൾ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തന്റെ പിതാവിനെയും കൂട്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇപ്രകാരം ആരാഞ്ഞു: ഓ അബൂബക്കർ, ഈ പ്രായം ചെന്ന വ്യക്തിയെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിർത്താമായിരുന്നില്ലേ? ഇത്രയും പ്രായം ചെന്ന ഒരാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടിയില്ലായിരുന്നു. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, താങ്കൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാനല്ല, മറിച്ച് ഇദ്ദേഹമാണ് താങ്കളുടെ അടുക്കൽ ഹാജരാകാൻ കൂടുതൽ ബാധ്യസ്ഥൻ. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ ആ മഹാത്മാവ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇസ്ലാം സ്വീകരിച്ചു കൊള്ളുക, താങ്കൾ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അങ്ങനെ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവ് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഹസ്രത്ത് ഉമ്മുഹാനിയുടെ വീട്ടിൽ നബിതങ്ങൾ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ചും ഒരു നിവേദനമുണ്ട്. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം ഹദരത്ത് ഉമ്മെ ഹാനി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നമുക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണം നിങ്ങളുടെ പക്കലുണ്ടോ? അവർ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങളല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. താങ്കളുടെ മുന്നിൽ അത് സമർപ്പിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെ കൊണ്ടുവരിക. നബി തങ്ങൾ അവ വെള്ളത്തിൽ കുതിർത്തു. അവർ അല്പം ഉപ്പും കൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും കറിയുണ്ടോ? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ പക്കൽ സിർക്ക, വിനാഗിരി അല്ലാതെ മറ്റൊന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞു, വിനാഗിരി കൊണ്ടുവരിക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷണത്തിൽ ഒഴിക്കുകയും അതിൽ നിന്നും കഴിക്കുകയും അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വിനാഗിരി എത്ര നല്ല കറിയാണ്. ഓ ഉമ്മഹാനി, ഏത് വീട്ടിൽ വിനാഗിരി ഉണ്ടോ ആ വീട് ദരിദ്രമായിരിക്കില്ല. ഇത് അങ്ങേയറ്റത്തെ നന്ദി പ്രകടനമാണ്. ഒപ്പം ഉമ്മഹാനിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഫാത്തിഹ മക്ക വിജയിയുടെ അവസ്ഥയായിരുന്നു ഇത്. എല്ലാം അന്ന് അവിടെ ലഭ്യമായിരുന്നിട്ട് നബിതങ്ങൾ ആ ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങളിലാണ് തൃപ്തിപ്പെട്ടത്. നബിതങ്ങൾ മക്കയിലെത്തിയതും അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് കാബയെ സ്നേഹത്തോടെ ഉറ്റുനോക്കിയതും അൻസാറുകളുടെ മനസ്സിൽ നബിതങ്ങൾ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുമോ എന്ന ഭയാശങ്കകൾ ഉളവാക്കി. ഇഷ്കസ് ഹസാർ ബദ്ഗുമാനി, സ്നേഹത്തിന് 1000 സംശയങ്ങളാണ് എന്നൊരു ചൊല്ലുണ്ട്. പ്രസിദ്ധമായ ചൊല്ലാണ്. സ്നേഹമുണ്ടാകുമ്പോൾ അതിനൊപ്പം സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകും. സ്നേഹി അഥവാ പ്രേമി എല്ലാ സമയത്തും തൻ്റെ പ്രേമഭാജനത്തെക്കുറിച്ച് ആശങ്കാകുലനായിരിക്കും. മക്ക വിജയവേളയിൽ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ധാരാളം രംഗങ്ങളുണ്ടായി. അതിലൊന്ന് മദീനയിലെ അൻസാറുകളുടെ ഭാഗത്തു നിന്നുള്ള വളരെ പരിശുദ്ധവും ആനന്ദപ്രധാനവുമായ കാഴ്ചയായിരുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് വന്ന് അതിനെ ചുംബിച്ചു, ഇസ്തിലാം ചെയ്തു. പിന്നീട് ബൈത്തുല്ലാഹിനെ തവാഫ് ചെയ്തു. പിന്നീട് സഫ മലയിൽ കയറി അവിടെ നിന്ന് ബൈത്തുല്ലാഹിനെ നോക്കിക്കൊണ്ട് 2 കൈകളും ഉയർത്തി. അള്ളാഹു ഉദ്ദേശിച്ച അത്രയും സമയം ദൈവസ്മരണ നടത്തുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അൻസാറുകൾ നബിതങ്ങളുടെ താഴെയായി നിലകൊള്ളുകയായിരുന്നു. നബിതങ്ങൾ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. അവൻ അള്ളാഹു ഉദ്ദേശിച്ച അത്രയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ മുഴുകി. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരക്കുകളും മക്കയിലെ നിവാസികളോടുള്ള അതിശയകരമായ സൽപെരുമാറ്റവും കണ്ട് അൻസാറുകൾ ചിന്താകുലരായി. അവർ പരസ്പരം ഇപ്രകാരം പറഞ്ഞു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വദേശത്തോടും സ്വഗോത്രത്തോടുമുള്ള സ്നേഹം മേൽക്കൈ നേടിയിരിക്കുന്നു.
ഒരുപക്ഷെ ഇപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ തൻ്റെ പ്രിയ ജനങ്ങളുടെ കൂടെ സ്ഥിരതാമസമാക്കിയേക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള വേർപാടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ അവർ അതീവ ദുഃഖിതരായി. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അൻസാറുകളുടെ ഈ അവസ്ഥയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ വഹി അഥവാ ദിവ്യബോധനം ഇറങ്ങി തുടങ്ങി. വഹി വരുമ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് കഴിയുന്നത് വരെ ഞങ്ങൾ ആരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ നോക്കാൻ മുതിർന്നിരുന്നില്ല. വഹി അവസാനിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അൻസാറുകളുടെ സംഘമേ, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ സന്നിഹിതരാണ്. നബി തിരുമേനി ചോദിച്ചു, ഈ വ്യക്തിക്ക് സ്വദേശ സ്നേഹം മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അവർ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ്. നബി തിരുമേനി പറഞ്ഞു, അങ്ങനെ ആകുകയാണെങ്കിൽ എൻ്റെ പേരെന്തായി മാറും? എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ റസൂലുമാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിങ്ങളിലേക്ക് ഹിജ്റത്ത് ചെയ്തു. ഇനി എൻ്റെ ജീവിത മരണങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ അവർ അനിയന്ത്രിതരായി കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണ്, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള അതിയായ സ്നേഹം, അതുപോലെ താങ്കളിൽ നിന്നുള്ള വിരഹത്തെക്കുറിച്ചുള്ള ഭയവും കാരണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളുടെ ഈ വാക്ക് സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളുടെ ഒഴികഴിവ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം വിവരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഅബ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആരാധനകളിൽ മുഴുകുകയും തൻ്റെ ജനങ്ങളോട് പൊറുമയും കാരുണ്യവും പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ അൻസാറുകളുടെ ഹൃദയങ്ങളിൽ വല്ലാത്ത ആശങ്കകൾ നിറയുകയുണ്ടായി. അവർ പരസ്പരം ആംഗ്യങ്ങളിലൂടെ പറഞ്ഞു, ഒരുപക്ഷെ ഇന്ന് നാം അള്ളാഹുവിൻ്റെ ദൂതനെ നമ്മിൽ നിന്ന് വേർപെടുത്തുകയായിരിക്കും ചെയ്യുക. കാരണം അള്ളാഹു ആ മഹാത്മാവിൻ്റെ കൈകളാൽ സ്വദേശം വിജയിപ്പിച്ചിരിക്കുന്നു. സ്വന്തം ഗോത്രക്കാരും ആ മഹാത്മാവിൽ ഈമാൻ കൈക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അള്ളാഹു വഹി മുഖേന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൻസാറുകളുടെ ഈ ആവലാദികളെയും പരിഭവങ്ങളെയും കുറിച്ച് വിവരം നൽകി. നബിതങ്ങൾ തലയുയർത്തി അൻസാറുകളെ നോക്കി പറഞ്ഞു, അൻസാറുകളെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ നഗരത്തോടുള്ള സ്നേഹം അലട്ടുന്നുണ്ടാകുമെന്നും തൻ്റെ ഗോത്രത്തോടുള്ള സ്നേഹം തൻ്റെ ഹൃദയത്തിൽ കുളിര് കോരിയിടുന്നുണ്ടാകുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? അൻസാർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതെ, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ റസൂലും എന്നാണ് വിളിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം ദുർബലമായിരുന്ന സമയത്ത് തങ്ങളുടെ ജീവൻ ത്യജിച്ച നിങ്ങളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ എനിക്ക് സാധ്യമാകുക? തുടർന്ന് പറഞ്ഞു, ഓ അൻസാറുകളെ, അതൊരിക്കലും സംഭവിക്കില്ല. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും അവൻ്റെ റസൂലുമാണ്. അള്ളാഹുവിന് വേണ്ടി ഞാൻ എൻ്റെ നാടിനെ വിട്ടുപോന്നു. അതിനുശേഷം എനിക്കിനി എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതമായും എൻ്റെ മരണം നിങ്ങളുടെ മരണവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മദീനയിലെ ജനങ്ങൾ ഈ വാക്കുകൾ ശ്രവിച്ച് നബിതങ്ങളുടെ സ്നേഹവും വിശ്വസ്തതയും കണ്ട് കരഞ്ഞ് വിലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹു ആണ്, ഞങ്ങൾ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെയും ഞങ്ങളുടെ നഗരത്തെയും വിട്ട് മറ്റെവിടെയെങ്കിലും പോകുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് താങ്ങാനാവാത്തതാണ്. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളെ കുറ്റവിമുക്തരായി കണക്കാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ആത്മാർത്ഥതയെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലെ ജനങ്ങളും തമ്മിൽ ഈ സ്നേഹ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ മക്കയിലെ ജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഹൃദയങ്ങൾ തീർച്ചയായും കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടാകും എന്നതിന് സംശയമില്ല. കാരണം ഈ ലോകത്ത് ഇതിലും വിലയേറിയ ഒരു വസ്തുവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ അമൂല്യ രത്നത്തെ അള്ളാഹു അവർക്ക് മക്കക്കാർക്ക് ആദ്യം നൽകി. എന്നാൽ അവർ ആ മഹാത്മാവിനെ തങ്ങളുടെ വീടുകളിൽ നിന്നും വലിച്ചെറിഞ്ഞു, ബഹിഷ്കരിച്ചു. ഇപ്പോൾ ആ മഹാത്മാവ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവുമായി മക്കയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ ആ മഹാത്മാവ് തൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിൻ്റെ പേരിൽ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മക്ക വിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകുകയാണ്. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം,
അബൂ സുഫിയാൻ നബി തങ്ങളെ കണ്ടു. നബി തങ്ങൾ നടക്കുകയാണ്, സഹാബികൾ പിന്നാലെ നടക്കുന്നുണ്ട്. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഇവരുമായി വീണ്ടും യുദ്ധം ചെയ്യാനും അവർക്ക് വേണ്ടി സൈന്യത്തെ സംഘടിപ്പിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്ന്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ അള്ളാഹു താങ്കളെ വീണ്ടും അപമാനിക്കുന്നതാണ്. താങ്കൾ യുദ്ധം ചെയ്യാനാണ് ചിന്തിക്കുന്നതെങ്കിൽ വീണ്ടും അപമാനിതനാകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു. താങ്കൾ അള്ളാഹുവിന്റെ സത്യപ്രവാചകനാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അത് എൻ്റെ മനസ്സിൽ ചിന്തിച്ച ഒരു ആത്മകഥ മാത്രമായിരുന്നു, അത് ആരോടും പറഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ ആ കാര്യം എന്നോട് വെളിപ്പെടുത്തുകയുണ്ടായി. കാബയുടെ മുകളിൽ നിന്ന് ലൊഹർ ബാങ്ക് വിളിക്കപ്പെട്ടു. ലൊഹർ നമസ്കാര സമയമായപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബിലാലിനോട് ഉത്തരവ് നൽകിയ പ്രകാരം അദ്ദേഹം കാബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് 5 നമസ്കാരങ്ങളും ഒരേ ഒരു വുളു കൊണ്ട് നിർവഹിച്ചു എന്ന് നിവേദനമുണ്ട്. ഓരോ നമസ്കാരത്തിനും വുളു പുതുക്കുകയായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവനമായ ശീലം, പതിവ്. എന്നാൽ ഇന്ന് സഹാബികൾ താങ്കൾ ഒരു വുളു കൊണ്ട് തന്നെ എല്ലാം നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇന്ന് പതിവിനെതിരെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായി ഈ മാതൃക കാണിച്ചു തന്നുവെന്നാണ് പണ്ഡിതന്മാർ ഇതിൽ നിന്നും അനുമാനിക്കുന്നത്. ഈ സമയത്ത് താങ്കൾ ഒരു പൊതുബയ്യത്ത് അനുസരണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ ഈ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹദരത്ത് അസ്വദ് ബിൻ ഖൽഫിൽ നിന്ന് നിവേദനം, അദ്ദേഹം മക്ക വിജയ ദിവസം നബിതങ്ങളെ കണ്ടു. നബിതങ്ങൾ ആളുകളിൽ നിന്ന് ബയ്യത്ത് എടുക്കുകയായിരുന്നു. നബിതങ്ങൾ മക്കയുടെ താഴ്ഭാഗത്തുള്ള ഒരു പാറയായ കർണെ മിസ്ഫലിയുടെ അടുത്തിരുന്നു. അവിടെ വെച്ച് ഇസ്ലാമിന്മേൽ ആളുകളിൽ നിന്ന് ബയ്യത്ത് ചെയ്തു. ചെറുപ്പക്കാരും മുതിർന്നവരും പുരുഷന്മാരും സ്ത്രീകളും നബിതങ്ങളുടെ അടുത്ത് വന്നു. നബി തങ്ങൾ അവരിൽ നിന്നും അള്ളാഹുയിലുള്ള വിശ്വാസത്തിന്റെയും അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ റസൂലുമാണെന്നുമുള്ള സാക്ഷ്യത്തിന്റെയും ഷഹാദത്തിന്റെയും മേൽ ബയ്യത്ത് ചെയ്തു. ഇബ്നു ജരീർ തബരിയിൽ ഇപ്രകാരം പറയുന്നു, ഇസ്ലാമിന്മേൽ നബിതങ്ങളോട് ബയ്യത്ത് ചെയ്യാൻ മക്കയിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. നബിതങ്ങൾ സഫാ കുന്നിൽ പോയിരുന്നു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു താഴെയായിരുന്നു. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വാക്കുകൾ കഴിവനുസരിച്ച് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന് ആളുകളിൽ നിന്ന് താങ്കൾ ബയ്യത്ത് എടുക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് എടുക്കുകയുണ്ടായി. പുരുഷന്മാരിൽ നിന്നുള്ള ബയ്യത്ത് കഴിഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളിൽ നിന്ന് ബയ്യത്ത് എടുത്തു. ഈ സ്ത്രീകളിൽ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഉണ്ടായിരുന്നു. അവർ മുഖം മറച്ചിരുന്നു. ഹദരത്ത് ഹംസയോട് അവർ ചെയ്തതിനെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അത് കാരണം തനിക്ക് ശിക്ഷ ലഭിക്കുമോ എന്നും അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. ആ സ്ത്രീകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും പങ്കുചേർക്കില്ലെന്നും നിങ്ങൾ മോഷ്ടിക്കില്ലെന്നും ഇതിന്മേൽ എന്നോട് ബയ്യത്ത് ചെയ്യുക, എന്ന കാര്യത്തിൽ ബയ്യത്ത് ചെയ്യുക. ഹിന്ദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹു ആണ്, ചിലപ്പോൾ ഞാൻ അബൂ സുഫിയാന്റെ ധനത്തിൽ നിന്നും എന്തെങ്കിലും എടുക്കാറുണ്ട്. ഇത് എനിക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് എനിക്കറിയില്ല. അബൂ സുഫിയാൻ അവിടെ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ മുമ്പ് എടുത്ത ധനമൊക്കെ നിനക്ക് ഹലാലാണ്, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഹിന്ദ് ബിൻത് ഉത്ബയാണ്? അവർ പറഞ്ഞു, അതെ, പക്ഷേ മുമ്പ് സംഭവിച്ചതൊക്കെ പുറത്തു വന്നാലും, അതായത് ഇസ്ലാമിനും നബി തങ്ങളുടെ അനുഗ്രഹീത വ്യക്തിത്വത്തിനും എതിരായി ഞാൻ ചെയ്തതെല്ലാം പുറത്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല. ഹിന്ദ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഒരു സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കുമെന്നോ? നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ഹിന്ദ് പറഞ്ഞു, ഞങ്ങൾ അവരെ ചെറുപ്പത്തിൽ വളർത്തി, പക്ഷെ അവർ വലുതായപ്പോൾ താങ്കൾ അവരെ ബദർ യുദ്ധത്തിൽ കൊന്നു. താങ്കൾക്കും ആ കാര്യം അറിയാം, അവർക്കും അറിയാം. ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹും പുഞ്ചിരി തൂകി. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ
സ്വന്തം മുന്നിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു അപവാദം ഉന്നയിക്കുന്നതല്ല, സ്വയംകൃതമായ അപവാദം ഉന്നയിക്കുന്നതല്ല. ഹിന്ദ് പറഞ്ഞു, അപവാദം പറയൽ വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്, ചില പാപങ്ങൾ അതിലും ഏറെ മോശമാണ്. പിന്നീട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അമ്ർ മൗറൂഫ് സൽക്കാര്യങ്ങളിൽ എന്നോട് അനുസരണക്കേട് കാണിക്കരുത്. ഒരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, ഹിന്ദു ബിൻത് ഊത്തുബക്ക് താൻ വഴികേടിലായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അവർ തൻ്റെ ഭർത്താവ് അബൂ സുഫിയാനോട് പറഞ്ഞു, എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അബൂ സുഫിയാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇതുവരെ നീ നിഷേധിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നല്ലോ, പെട്ടെന്ന് ഇത്ര വലിയ മാറ്റം എങ്ങനെ സംഭവിച്ചു? അവർ പറഞ്ഞു, അള്ളാഹു ആണ് മക്ക വിജയ ദിവസം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം മുസ്ലിങ്ങൾ ആരാധന നടത്തുന്നത് ഞാൻ കാണുകയുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ രാത്രി മുഴുവൻ കാബയിൽ ആരാധന നടത്തുകയായിരുന്നു. ചിലർ നിന്നിരുന്നു, ചിലർ റുക്കുവിലും ചിലർ സുജൂദിലുമായിരുന്നു. ഇതുപോലെ ആരാധന ചെയ്യുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, നിന്റെ ഗോത്രത്തിലെ ഏതെങ്കിലും ഒരാളോടൊപ്പം പോകുക. അങ്ങനെ അവർ ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകണമെങ്കിൽ തൻ്റെ ഗോത്രത്തിലെ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോകണം. അവർ ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി അദ്ദേഹത്തെയും കൂട്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായി. എന്നിട്ട് തൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ സംഭവം വിവരിച്ചു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ വീട്ടിലേക്ക് പോയി. തൻ്റെ വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹം തല്ലി തകർത്ത് കഷ്ണങ്ങളാക്കി. അവർ പറഞ്ഞു, നീ കാരണം ഞങ്ങൾ വഞ്ചിതരായിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവൻ തനിക്കിഷ്ടപ്പെട്ട ഈ മതത്തെ വിജയിപ്പിച്ചിരിക്കുന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ കാരുണ്യത്തിന്റെ ഒരു ഭാഗം എനിക്കും ലഭിക്കുമോ, എന്നെ പോലെയുള്ളവൾക്കും ലഭിക്കുമോ? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വളാണ്. താങ്കൾ പറഞ്ഞു, നിനക്ക് സ്വാഗതം. ഹിന്ദു പറഞ്ഞു, ഓ അള്ളാഹുവിന്റെ റസൂലെ, ഭൂമിയിലെ ഒരു നിവാസിയും താങ്കളെക്കാൾ കൂടുതൽ അപമാനിക്കപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. താങ്കൾ ഏറ്റവും നിന്ദ്യനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, നൗസുബില്ല. എന്നാൽ ഇപ്പോൾ ഭൂമിയിലെ എല്ലാ നിവാസികളെക്കാളും താങ്കളുടെ അന്തസ്സ് എനിക്ക് പ്രിയങ്കരമാണ്. ഹദരത്ത് ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ച ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തൻ്റെ സ്നേഹവും ആത്മാർത്ഥതയും ഇപ്രകാരം പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ 2 ചെറുപ്രായമുള്ള ആട്ടിൻകുട്ടികളെ ചുട്ട് ഒരു ദാസിയുടെ കയ്യിൽ നബി തങ്ങളുടെ അടുത്തേക്ക് അയച്ചു. ദാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ യജമാനത്തി ഇത് താങ്കൾക്ക് കൊടുത്തയച്ചതാണ്, ചുട്ടെടുത്ത മാംസമാണ് അയച്ചിരിക്കുന്നത്. അവർ ക്ഷമാപണം നടത്തിക്കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഞങ്ങളുടെ ആട്ടിൻകുട്ടികൾ കുറവാണ്, അതുകൊണ്ടാണ് 2 മാത്രം അയക്കുന്നത് എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ ആടുകളിലും അവയുടെ കുഞ്ഞുങ്ങളിലും അനുഗ്രഹവും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. പിൽക്കാലത്ത് ഈ ദാസി പറയുമായിരുന്നു, അള്ളാഹു ആണ് പിന്നീട് ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടില്ലാത്ത വിധം ആ ആടുകളുടെയും അവയുടെ കുട്ടികളുടെയും ആധിക്യം കാണുകയുണ്ടായി. ഹദരത്ത് ഹിന്ദു പറയുമായിരുന്നു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ്. ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദിന്റെ ബൈഅത്തിന്റെ സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. ഹദരത്ത് ഹംസയുടെ മൃതദേഹം വികൃതമാക്കിയ അതേ സ്ത്രീയാണ് ഹിന്ദ്. ഈ ക്രൂരമായ പ്രവൃത്തിക്കും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനത്തിനും അവൾക്ക് തക്കതായ ശിക്ഷ നൽകുന്നത് ഉചിതമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നി. അന്ന് ഹിജാബിന്റെ പർദ്ദയുടെ കൽപ്പന ഇറങ്ങിയിരുന്നു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വന്നപ്പോൾ ഹിന്ദും ഒരു ശീല മാടിപ്പൊതച്ചു കൂടെ വന്നു. അവർ ബൈഅത്ത് ചെയ്തു. ഞങ്ങൾ ഷിർക്ക് ചെയ്യില്ല എന്ന വാക്യത്തിലെത്തിയപ്പോൾ, ബൈഅത്ത് വാചകത്തിലെത്തിയപ്പോൾ അവർ എടുത്തുചാട്ടക്കാരി ആയതിനാൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇനിയും ഷിർക്ക് ചെയ്യുമെന്നോ? താങ്കൾ ഒറ്റക്കായിരുന്നു, ഞങ്ങൾ പൂർണ്ണ ശക്തിയോടെ താങ്കൾ എതിർത്തു. ഞങ്ങളുടെ ദൈവങ്ങൾ സത്യത്തിലായിരുന്നെങ്കിൽ താങ്കൾ എങ്ങനെ വിജയിക്കുമായിരുന്നു? അവ തീർത്തും വ്യർത്ഥമാണെന്ന് തെളിയിക്കപ്പെട്ടു. ഞങ്ങൾ പരാജയപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ഹിന്ദാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്തായാലും ബന്ധുക്കളായിരുന്നല്ലോ. ഹിന്ദു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനിപ്പോൾ മുസ്ലിം ആയിരിക്കുന്നു, ഇനി എന്നെ കൊല്ലാനുള്ള അധികാരം താങ്കൾക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നിട്ട് പറഞ്ഞു, അതെ, ഇനി നിനക്ക് യാതൊരു ശിക്ഷയുമില്ല. ചുരുക്കത്തിൽ എല്ലാ ദൈവങ്ങളെയും തകർത്ത് ഒറ്റ ദൈവത്തെ ഉണ്ടാക്കി എന്ന് കരുതിയ ആ സമുദായത്തിൽ അത്രയും വലിയ മാറ്റമുണ്ടായി.
ഹിന്ദിനെ പോലുള്ള ഒരു സ്ത്രീ ദൈവം ഒന്നല്ലെന്ന് ആരെങ്കിലും പറയുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയെത്തി. ബയ്യത്തിന്റെ അതേ ദിവസങ്ങളിൽ മറ്റൊരു സംഭവം ഇപ്രകാരം വരുന്നു. ഒരാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ബയ്യത്ത് ചെയ്യാൻ വന്നു. നബി തങ്ങളുടെ പ്രൗഢിയും പ്രതാപവും കാരണത്താൽ അയാൾ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്നിട്ട് വിനയാന്വിതനായി പറഞ്ഞു, ഞാനൊരു രാജാവല്ല, ഞാൻ മക്കയിൽ ഉണക്ക മാംസം കഴിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകൻ മാത്രമാണ്. വധശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളികളെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെട്ടിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങൾ ഞാൻ എന്തായാലും ഇവിടെ അവതരിപ്പിക്കാം. ഇത് സംബന്ധിച്ച് ചിലർക്ക് ആശങ്കകളുമുണ്ട്. സംഭവങ്ങളും അത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം വധശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കും സ്വഭാവ മഹിമയ്ക്കും ഘടകവിരുദ്ധമാണ്. ഏതായാലും ആരായിരുന്നവർ, ചരിത്രത്തിൽ എവിടെയാണ് അത് സംഭവിച്ചത്, ചിലയിടങ്ങളിൽ ഇത് പരാമർശിക്കപ്പെട്ടത് എങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ ആദ്യം പറയാം. പിന്നീട് അതിൻ്റെ റദ്ദും ഖണ്ഡനവും ഞാൻ നടത്തുന്നതായിരിക്കും. ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകിട്ടുന്നിടത്ത് വെച്ച് വധിക്കാൻ കൽപ്പിച്ച കുറ്റവാളികൾ 8 പുരുഷന്മാരും 6 സ്ത്രീകളുമായിരുന്നു. സീറത്ത് ഹലബിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവർ ആകെ 11 പേരായിരുന്നു. വാഖിദി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവർ ആകെ 10 പേരായിരുന്നു. അതിൽ 6 പുരുഷന്മാരും 4 സ്ത്രീകളും ഉണ്ടായിരുന്നു. ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇത് 14 പേരുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അബ്ദുൽ ഉസ്സ ബിൻ ഖത്തൽ, അബ്ദുല്ല ബിൻ സാദ് ബിൻ അബി സറ, ഇക്രിമ ബിൻ അബി ജഹൽ, മീക്കിയസ് ബിൻ ഖബാബ, ഹബാർ ബിൻ അസ്വദ് തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഒരു ഹദീസിൽ പ്രകാരമുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം 4 പുരുഷന്മാർക്കും 2 സ്ത്രീകൾക്കും ഒഴികെ എല്ലാവർക്കും അഭയം നൽകി. നബി തങ്ങൾ പറഞ്ഞു, അവരെ കാബയുടെ തിരശ്ശീലകളിൽ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും വധിക്കുക. ഒരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം ഈ 4 പേരൊഴികെ എല്ലാവർക്കും അഭയം നൽകി. ഈ 4 പേർ അബ്ദുൽ ഉസ്സ ബിൻ ഖത്തൽ, മിക്കിയസ് ബിൻ ഖബാബ, അബ്ദുല്ല ബിൻ സാദ് ബിൻ അബി സറ, ഉമ്മു സാറ എന്നിവരായിരുന്നു. ഒരു സീറത്ത് എഴുത്തുകാരൻ, നബിചരിത്രകാരനെ എഴുതിയിരിക്കുന്നു, കൊല്ലാൻ അനുവദനീയമാക്കിയവരിൽ, മുബാഹായവരിൽ അനുവദനീയമാക്കി പ്രഖ്യാപിച്ചവരിൽ മിക്കവർക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുകയുണ്ടായി. ഏതാനും പേർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പ് വിളംബരപ്പെടുത്തുന്നതിന് മുമ്പ് കൊലപ്പെടുത്തിയതായിരുന്നു. ഈ വിഷയത്തിൽ ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തന്റെ അഭിപ്രായം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കൊടും ക്രൂരമായ കൊലപാതകങ്ങളും കുഴപ്പങ്ങളും ചെയ്ത 11 പുരുഷന്മാരും 4 സ്ത്രീകളും മാത്രമാണ് തെളിയിക്കപ്പെട്ട കുറ്റവാളികളായി ഉണ്ടായിരുന്നത്. അവർ യുദ്ധ കുറ്റവാളികളായിരുന്നു. അവരെ കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. കാരണം അവർ കേവലം സത്യനിഷേധത്തിന്റെയോ യുദ്ധത്തിന്റെയോ കുറ്റവാളികളായിരുന്നില്ല, മറിച്ച് യുദ്ധ കുറ്റവാളികളായിരുന്നു. എന്നാൽ അവരിൽ മിക്കവർക്കും മുസ്ലിങ്ങളുടെ ശുപാർശ പ്രകാരം നബിതങ്ങൾ മാപ്പ് നൽകി. അങ്ങനെ അവരിൽ മിക്കവരെയും വെറുതെ വിട്ടു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഇപ്രകാരം വിവരിക്കുന്നു, ഹസ്രത്ത് ഖാത്തിമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെയും മറ്റുള്ളവരെയും പൂർണ്ണമായി കീഴടക്കിയ ശേഷം അവരെ തൻ്റെ വാളിൻ്റെ കീഴിൽ കണ്ടിട്ടും അവരുടെ പാതകങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയുണ്ടായി. ദൈവസന്നിധാനത്തിൽ നിന്ന് വ്യക്തമായ കൽപ്പന ലഭിച്ച ഏതാനും പേർക്ക് മാത്രമാണ് തിരുനബി ശിക്ഷ നൽകിയത്. അള്ളാഹു ആരെക്കുറിച്ചെല്ലാമായിരുന്നോ വ്യക്തമായി പറഞ്ഞത്, ആ ചിരകാല ശത്രുരൊഴികെ എല്ലാ ശത്രുക്കളുടെയും പാതകങ്ങൾ തിരുനബി പുറത്തു കൊടുക്കുകയുണ്ടായി. കൊല്ലപ്പെട്ടവരുടെ കാരണങ്ങളും ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അവ ഞാൻ പറയാമെങ്കിലും തൃപ്തികരമായ കാരണങ്ങളാണെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ പേര് അബ്ദുൽ ഉസ്സ ബിൻ ഖത്തൽ എന്നാണ്. ഇയാൾ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ പേര് അബ്ദുള്ള എന്ന് മാറ്റിയിരുന്നു. അയാൾ മദീനയിലേക്ക് ഹിജ്റത്ത് പോയി. നബിതങ്ങൾ അയാളെ സക്കാത്ത് ശേഖരിക്കാൻ അയച്ചു. അയാളോടൊപ്പം ബനു ഖുസാ ഗോത്രത്തിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ഭക്ഷണം പാകം ചെയ്യുകയും സേവനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇരുവരും ഒരു സ്ഥലത്ത് തങ്ങി. അവിടെ ആളുകൾ സക്കാത്ത് നൽകാൻ വേണ്ടി ഒരുമിച്ച് കൂടുമായിരുന്നു. ഇബ്നു ഖത്തൽ ഖുസായി ഗോത്രക്കാരന് ഭക്ഷണം തയ്യാറാക്കാൻ കൽപ്പിച്ചുകൊണ്ട് ഉച്ച നേരത്ത് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ഖുസായി
ഗോത്രക്കാരനും ഉറങ്ങുകയായിരുന്നു. അയാൾ ഒന്നും തയ്യാറാക്കിയിരുന്നില്ല. ഇബ്നു ഖത്തൽ വാളുകൊണ്ട് അയാളെ കൊന്നു. ഇസ്ലാം മതം പരിത്യജിച്ച് അങ്ങനെ മക്കയിലേക്ക് ഓടിപ്പോയി. ഇയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവിതകളിലൂടെ അധിക്ഷേപിച്ചിരുന്നു. ഹദരത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം മക്കയിലേക്ക് എഴുന്നള്ളി. നബി തങ്ങളുടെ തലയിൽ ഒരു അങ്കിത്തൊപ്പി ഉണ്ടായിരുന്നു. നബി തങ്ങൾ അത് ഊരി മാറ്റി. ഒരാൾ നബി തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇബ്നു ഖത്തൽ കാബയുടെ തിരശ്ശീലകളിൽ തൂങ്ങി മറിഞ്ഞിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവനെ പിടിച്ചു കൊല്ലുക. രണ്ടാമത്തേത് മിക്കിയസ് ബിൻ സുബാബയാണ്. ഒരു അൻസാരി സഹാബിയെ രക്തസാക്ഷിയാക്കാൻ വേണ്ടിയായിരുന്നു ഇയാൾ ഇസ്ലാം സ്വീകരിച്ചത് തന്നെ. ഒരു യുദ്ധത്തിൽ ഒരു അൻസാരി സഹാബി ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് മിക്കിയസിന്റെ സഹോദരനെ അബദ്ധത്തിൽ കൊന്നിരുന്നു. മിക്കിയസ് സഹോദരന്റെ ദിയത്ത് ബ്ലഡ് മണിയും വാങ്ങി അൻസാരി സഹാബിയെ രക്തസാക്ഷിയാക്കുകയും ചെയ്തു. പിന്നീട് ഇസ്ലാം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയി. ഹദരത്ത് നുമൈല ബിൻ അബ്ദുള്ള റളിയല്ലാഹു മക്ക വിജയ ദിവസം ഇയാളെ കൊലപ്പെടുത്തുകയുണ്ടായി. ഹുവൈരിസ് ബിൻ നുഖൈൽ എന്നതാണ് അടുത്ത വ്യക്തി. നബി തിരുമേനി ഇയാളെ കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഇയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു ഇയാളെ കൊലപ്പെടുത്തുകയുണ്ടായി. ഒരു നബി ചരിത്രകാരൻ ഇപ്രകാരം രേഖപ്പെടുന്നു, ഹുവൈരിസ് ബിൻ നുഖൈലിന്റെ കൊലപാതകത്തിന്റെ കാരണം ഇതാണ്: ഇയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഉപദ്രവിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ കൊലപാതകത്തിന്റെ കാരണം മറ്റെന്തോ ആണ്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യത്തിനായി ആരോടും പ്രതികാരം ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ ഹുവൈരിസ് ബിൻ തലാത്തിൽ ഖുസായി എന്ന വ്യക്തിയാണ്. ഇയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചിരുന്നു. ഇയാളെയും ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു തന്നെയാണ് കൊലപ്പെടുത്തിയത്. പിന്നെ ഇബ്നു ഖത്തലിന്റെ ദാസി കരീനയാണ്. ഇവളെ അർണബ് എന്നും വിളിച്ചിരുന്നു. ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അധിക്ഷേപ കവിതകൾ പാടുമായിരുന്നു. ഇവളെയും കൊന്നു. അതായത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 14-15 വരെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഗവേഷണത്തിൽ ഈ എണ്ണം ശരിയല്ലെന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അവരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളുടെ കാര്യത്തിൽ തന്നെ ചരിത്രകാരന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട്. മിക്കവരുടെയും കുറ്റങ്ങളായി പറഞ്ഞിരിക്കുന്നത് അവർ മതത്തിൽ നിന്നും പുറത്തുപോയി മതപരിത്യാഗികളായി എന്നാണ്. അല്ലെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ദ്രോഹിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ കുറ്റപത്രം തന്നെ വ്യക്തമാകുന്നത് ഇത് പിൽക്കാല ചിന്താഗതികളാണെന്നാണ്. കാരണം ഖുറാനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഇതിനെതിരായാണുള്ളത്. മതപരിത്യാഗികൾക്കും പ്രവാചക നിന്ദ ചെയ്യുന്നവർക്കും വധശിക്ഷയാണ് എന്ന ചിന്തയുണ്ടായത് പിൽക്കാലത്താണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് സംഭവിക്കാറുണ്ടായിരുന്നില്ല. ഖുറാനിൽ നിന്ന് തെളിയിക്കപ്പെട്ടത് മതം ഉപേക്ഷിക്കുന്നതിലെ ശിക്ഷ കൊലപാതകമല്ല എന്നാണ്. ഖുറാനിൽ നിന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത മാതൃകയിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും അധിക്ഷേപിച്ചുകൊണ്ട് കവിത ചൊല്ലുന്നതിനുമുള്ള ശിക്ഷ കൊലപാതകമല്ല എന്നാണ്. അതിനാൽ മക്ക വിജയവേളയിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവരുടെ കുറ്റം മറ്റെന്തെങ്കിലും ആയിരിക്കണം എന്നത് സ്പഷ്ടമാണ്. യുദ്ധക്കുറ്റം ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു എഴുതിയതുപോലെ അവർ യുദ്ധക്കുറ്റവാളികളായിരുന്നു, അല്ലെങ്കിൽ കൊലപാതകികളായിരുന്നു. എന്നാൽ അധിക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തതാണ് കാരണമെന്ന് പറയുന്നത് തെറ്റാണ്. മക്ക വിജയവേളയിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് ഉള്ള ഈ നിവേദനങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പ്രമുഖ നബിചരിത്രകാരനായ അല്ലാമ ഷിബ്ലി നുമാനി ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: നബിചരിത്രകാരന്മാർ പറയുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകൾക്ക് അഭയം നൽകിയിരുന്നെങ്കിലും 10 പേരെ എവിടെ വെച്ചാലും കൊല്ലുക എന്ന് കൽപ്പിച്ചിരുന്നു. അവരിൽ ചിലർ, ഉദാഹരണത്തിന് അബ്ദുള്ള ബിൻ ഖത്തൽ, മിക്കിയസ് ബിൻ സുബാബ എന്നിവർ സ്വയം കൊലയാളികളായിരുന്നു. അവരെ ഖിസാസ് അഥവാ തത്തുല്യ ശിക്ഷാ നടപടിയായി കൊലപ്പെടുത്തിയതാണ്. ഈ 2 കൊലയാളികളെ കൊന്നത് അംഗീകരിക്കാം. എന്നാൽ മറ്റുള്ള പലരും അവരുടെ കുറ്റം മക്കയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ട് കവിതകൾ ചൊല്ലുകയോ ചെയ്തിരുന്നു എന്നതാണ്. ഈ കുറ്റത്തിന് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. അവൾ നബി തങ്ങളെ കുറിച്ചുള്ള അധിക്ഷേപ കവിതകൾ പാടുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അദ്ദേഹം അല്ലാമ ഷിബ്ലി നുമാനി എഴുതുന്നു, ഹദീസ് പഠനത്തിന്റെ വിമർശനാത്മകമായ വീക്ഷണത്തിൽ ഈ വിവരണം ശരിയല്ല. ഈ കുറ്റം ചെയ്തത് മക്കക്കാർ എല്ലാവരുമായിരുന്നു. അധിക്ഷേപിക്കുകയും അധിക്ഷേപ കവിതകൾ പറയുകയും ചെയ്യുകയായിരുന്നു എന്നത് കാരണമാണെങ്കിൽ മക്ക മുഴുവനും അത് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൊല്ലേണ്ടി വരുമായിരുന്നു. ഖുറൈശികളിൽ 2-4 പേരൊഴികെ ആരാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേറ്റം ദ്രോഹിക്കാതിരുന്നത്? എന്നിരുന്നാലും
അതേ ആളുകൾക്കാണ് അൻതുമുത്തലക്ക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന സുവാർത്ത നൽകപ്പെട്ടത്. കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആളുകൾ താരതമ്യേന താഴ്ന്ന നിലവാരത്തിലുള്ള കുറ്റവാളികളായിരുന്നു. ഹദരത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ഈ നിവേദനം സിഹാസിത്തയിൽ ലഭ്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും സ്വന്തം കാര്യത്തിനായി പ്രതികാരം ചെയ്തിരുന്നില്ല. ഖൈബറിൽ നബിതങ്ങൾക്ക് വിഷം നൽകിയ ജൂത സ്ത്രീയെക്കുറിച്ച് ആളുകൾ അന്വേഷിച്ചപ്പോൾ അവളെ കൊല്ലാൻ ഉത്തരവുണ്ടാകുമോ എന്ന് അന്വേഷിക്കപ്പെട്ടപ്പോൾ ഇല്ലെന്നാണ് നബി തിരുമേനി മറുപടി നൽകിയത്. ഖൈബറിലെ കുഫ്രിസ്ഥാനിൽ, കുഫറിന്റെ പ്രദേശത്ത് ഒരു ജൂത സ്ത്രീ വിഷം നൽകിയിട്ടും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാക്ഷിണ്യത്താൽ രക്ഷപ്പെട്ടെങ്കിൽ ഹറം പുണ്യഭൂമിയിൽ അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള കുറ്റവാളികൾക്ക് നബിയുടെ മാപ്പിൽ നിന്ന് എങ്ങനെ ഹതഭാഗ്യരാകാനാകും? ദിരായത്ത് അഥവാ വിഷയം വിമർശനാത്മകമായി പരിശോധിക്കാതിരുന്നാലും അത് മാറ്റിവെച്ചാലും നിവേദന പരമ്പരയുടെ അടിസ്ഥാനത്തിലും ഈ സംഭവം ഒട്ടും വിശ്വസനീയമല്ല. യുക്തിപരമായി വിലയിരുത്താനാകുന്നില്ല എന്നത് പോട്ടെ, നിവേദനം തന്നെ തെറ്റാണ്. കാരണം സഹീഹ് ബുഖാരിയിൽ നിന്നും ഇബ്നു ഖത്തലിന്റെ കൊലപാതകം മാത്രം പരാമർശിക്കപ്പെടുന്നുള്ളൂ. അയാൾ കിസാസിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടതാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. മിക്കേസിന്റെ കൊലപാതകവും ശരീഅത്ത് അനുസരിച്ചുള്ള കിസാസ് ആയിരുന്നു. മറ്റു ആളുകളെ കുറിച്ചുള്ള കൊലപാതകത്തിന്റെ കാരണങ്ങളായി പറയുന്നത് അവർ ഒരു കാലത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്നു എന്നതൊക്കെ ഉള്ളത് ഇബ്നു ഇസാഖിൽ മാത്രം ചെന്നെത്തുന്ന നിവേദനങ്ങളാണ്. അതായത് അടിസ്ഥാന ഹദീസ് നിയമം അനുസരിച്ച് ആ നിവേദന ശൃംഖല കണ്ണിയറ്റതാണ്, അത് വിശ്വസനീയമല്ല. ഈ വിഷയത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വിശ്വസനീയമായ നിവേദനം അബൂദാബിദിന്റെ നിവേദനമാണ്. അതിൽ ഇപ്രകാരമുണ്ട്: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം പറഞ്ഞു, 4 പേർക്ക് എവിടെയും അഭയം നൽകാൻ പാടില്ല. അബൂദാവൂദ് ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ നിവേദനത്തിന്റെ പരമ്പര എനിക്ക് വേണ്ടത്ര ലഭിച്ചിട്ടില്ല. നിവേദന പരമ്പര അബൂദാവൂദിന്റെ ഈ നിവേദനങ്ങളെ കുറിച്ച് മറ്റു ഗ്രന്ഥങ്ങളിലും അത് ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ എതിരാളികളുടെ നേതാക്കളായിരുന്ന ചില ഖുറൈശി പ്രമുഖർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ആഗമനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി എന്നതിൽ സംശയമില്ല. എന്നാൽ കൊലപാതകത്തിന്റെ ഉത്തരവ് നൽകിയത് കാരണമാണ് അവർ ഓടിപ്പോയത് എന്നത് ഇബ്നു ഇസ്ഹാഖിന്റെ വെറും ഊഹം മാത്രമാണ്. ചുരുക്കത്തിൽ മക്ക വിജയ സമയത്ത് ഏതാനും ചിലരെ മാത്രമേ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ ആരൊക്കെയായിരുന്നു എന്ന് നീതിമാനും വിധികർത്താവുമായ ഹക്കുമും അതിലുമായ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: തീർച്ചയായും ശിക്ഷ നൽകാൻ ദൈവത്തിൽ നിന്ന് വ്യക്തമായ കൽപ്പന ലഭിച്ച ഏതാനും പേർക്ക് മാത്രമാണ് ശിക്ഷ നൽകപ്പെട്ടത്. അതായത് അവർ 3-4 പേരായിരുന്നു. ആ ജന്മ ശബ്ദരൊഴികെ എല്ലാ ശത്രുക്കളുടെയും പാതകങ്ങൾ നിരുപാധികം ക്ഷമിക്കപ്പെട്ടു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്രയും ആളുകളെ കൊല്ലപ്പെടുത്തി എന്ന് പറയുന്നത് അവർ അധിക്ഷേപകരായിരുന്നു അല്ലെങ്കിൽ പ്രവാചക നിന്ദക്കാരായിരുന്നു എന്ന് പറയുന്നത് എല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ലോകത്തിന്റെ നിലവിലെ അവസ്ഥ നിങ്ങൾക്ക് വ്യക്തമാണ്. അതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളെക്കായി എമർജൻസി സിറ്റുവേഷനായി ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യമാണ്. പലതവണ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനാണ്. ജനങ്ങൾ കുറച്ചു മാസത്തേക്കുള്ള റേഷൻ വീടുകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് കഴിവുള്ളവർ അങ്ങനെ എന്തായാലും ചെയ്യണം. ഇപ്പോൾ ചില സർക്കാരുകളും തങ്ങളുടെ ആളുകളോട് 3 മാസത്തെ റേഷൻ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അള്ളാഹു ലോകത്തിന് കാരണം ചൊരിയുകയും യുദ്ധത്തിന്റെ ഭയാനകമായ അവസ്ഥകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ചില മർഹൂമിങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നമസ്കാര ശേഷം അവരുടെ ജനാസ നമസ്കരിക്കുന്നതുമാണ്. അതിൽ ആദ്യത്തേത് അമത്തുൻ നസീം നിഗത് സാഹിബയാണ്. രാജ അബ്ദുൽ മാലിക് സാഹിബിന്റെ ഭാര്യയാണ്. കഴിഞ്ഞ ദിവസം 70 വയസ്സിലാണ് ഇവർ വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേത മൂസിയ ആയിരുന്നു. ഹസരത് മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകളായിരുന്നു. ഹസരത് നവാബ് അമത്തുൽ ഹഫീൽ ബീഗം സാഹിബയുടെ മകളുടെ മകളായിരുന്നു. കേണൽ മിർസ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ മകളായിരുന്നു. അവർ അമേരിക്കയിലും കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട്. കുറച്ച് ദീർഘകാലം താമസിച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം 10 വർഷത്തോളം ലജ്ന സെക്രട്ടറി മാലായും സെക്രട്ടറി സിയാഫത്തായും സേവനം ചെയ്യാൻ അവർക്ക് തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. അവരുടെ മകൾ ആമിന പറയുന്നു,
സദക്ക നൽകുന്നതിൽ അവർ വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരുന്നു. നിശബ്ദമായി അത് നൽകാറുണ്ടായിരുന്നു. കുറച്ച് നാൾ കൂടുമ്പോൾ അവർ പ്രത്യേകമായി സദക്ക പാവപ്പെട്ടവർക്കിടയിൽ ഭക്ഷണവും മറ്റുമായി വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ ഫണ്ടും സാമ്പത്തിക സഹായവും ചെയ്യാറുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് വീടും നിർമ്മിച്ചു നൽകിയിരുന്നു. അവർ പറയുന്ന, ഒരു രാത്രി അവർ തൻ്റെ വളകൾ ഊരി തൻ്റെ ഇളയമ്മയ്ക്ക് നൽകുന്നത് സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ ഉടൻ തന്നെ അവർ സ്വർണവളകൾ അവർക്ക് നൽകുകയുമുണ്ടായി. വളരെ അതിഥി സൽക്കാരപ്രിയയായിരുന്നു. അർഹരായവർക്ക് വലിയ സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. വലിയ സഹാനുഭൂതി ചെയ്യുന്ന സ്ത്രീയായിരുന്നു. അവർ പറയുന്നു, നർമ്മപ്രകൃതിയായതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായി അറിയില്ല അവരെക്കുറിച്ച്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ രാത്രികളിൽ വളരെ തീവ്രമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ തറ പോലും ഇളകുന്നത് പോലെ തോന്നുമായിരുന്നു. അതിഥി സൽക്കാരം അവരുടെ പ്രത്യേക ഗുണമായിരുന്നു. ദൈവസ്മരണയുടെ രീതി ഞങ്ങൾ ഉമ്മയിൽ നിന്നാണ് പഠിച്ചത്. അവർ എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലിയിരുന്നു. ഹദരത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ കവിതകളിലെ വരികൾ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ എത്ര തവണ അത് കേട്ടു എന്നാൽ അത് ഞങ്ങൾക്ക് മനഃപ്പാടമാകുകയുണ്ടായി. അയൽവാസികളോടും ബന്ധുക്കളോടും വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു എന്ന് അവരുടെ മകൾ ആയിഷ എഴുതിയിരിക്കുന്നു. അവരുടെ മരുമകൻ എഴുതുന്നു, പെങ്ങളുടെ മകൻ എഴുതുന്നു, നിശബ്ദമായി അവർ ഇപ്രകാരം സഹായം ചെയ്യുമായിരുന്നു. അള്ളാഹു ചിലപ്പോൾ ഏതെങ്കിലും സഹായത്തിനായി ഒരാളെക്കുറിച്ച് അവർക്ക് വിവരം നൽകാറുമുണ്ടായിരുന്നു. ഇന്ന വ്യക്തിയുടെ കുട്ടിയുടെ കല്യമാണ്, അവനെ സഹായിക്കുക എന്ന് അള്ളാഹു അറിയിച്ചാൽ ഉടൻ തന്നെ അവർ ഒരിക്കൽ 1,00,000 രൂപ അയച്ചു കൊടുക്കുകയുണ്ടായി. അള്ളാഹു അവരോട് മഗ്ഫിറത്തും കാരുണ്യം ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഹാജി യാക്കൂബ് അഹമ്മദ് ബിൻ അബൂബക്കർ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം അഹമ്മദിയ സീനിയർ ഹൈസ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററാണ്. കൂടാതെ ഗാനയിലെ നാഷണൽ സെക്രട്ടറി തബ്ലീഗായിരുന്നു. ഒരു അപകടത്തിൽ 63-ാം വയസ്സിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസി ആയിരുന്നു. ഗാനയിലെ മൻകസിം എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ട്രെയിലർ ട്രക്കുമായി അദ്ദേഹത്തിന്റെ വാഹനം കൂട്ടിയിടിച്ച് തലക്ക് പരിക്കേറ്റു. അതുമൂലം അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാര്യമാർ, 2 ഭാര്യമാർ, 4 കുട്ടികൾ, ഒരു മാതാവ്, ഒരു സഹോദരി, ഒരു സഹോദരൻ എന്നിവർ അടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അഹമ്മദിയ മിഷണറി ട്രെയിനിങ് കോളേജിൽ പ്രവേശനം നേടുകയുണ്ട്, സാൾട്ട് പോണ്ടിൽ. അവിടുന്ന് പഠനം പൂർത്തിയാക്കി ജമാഅത്തിന്റെ സേവനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിയോഗിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ജമാഅത്ത് വകയായി അദ്ദേഹത്തെ ഘാന യൂണിവേഴ്സിറ്റിയിൽ ചേർക്കുകയും അവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടുകയും ചെയ്യുകയുണ്ടായി. ബിരുദധാരിയായതിനു ശേഷം അദ്ദേഹത്തിന് സർക്കാർ സർവീസിൽ ജോലി വാഗ്ദാനം ലഭിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം ഒരു വാക്കിഫി ജിന്ദഗി, ദൈവമാർഗത്തിൽ ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു. കൂടാതെ എല്ലായ്പ്പോഴും അദ്ദേഹം വഖഫിന്റെ ആത്മാവോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ സഹായം ലഭിച്ചിരുന്ന ഗവൺമെന്റ് എയ്ഡഡ് ജമാഅത്ത് സ്കൂളായിരുന്നു അത്. പിന്നീട് പഠനം പൂർത്തിയാക്കി അവിടെ ഹെഡ് മാസ്റ്ററായി മാറി. സലാഗിയിലും കുമാസിയിലും അഹമ്മദിയ സ്കൂളിൽ അദ്ദേഹം ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ചിരുന്നു. അവിടുത്തെ ജനങ്ങളും ഭരണകൂടവും സർക്കാർ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും എപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം നാഷണൽ സെക്രട്ടറി തബ്ലീഗായിരുന്നു. അൻസാറുള്ളയിൽ കായി തർബിയത്തായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ചില പ്രധാന കമ്മിറ്റികളിൽ അംഗമാകാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചു. ഛാസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അതായത് കോൺഫറൻസ് ഓഫ് ഹെഡ്സ് ഓഫ് അസിസ്റ്റഡ് സെക്കൻഡറി സ്കൂൾസ് ഗാനയുടെ. അതുപോലെ തന്നെ കൗൺസിൽ മെമ്പർ ആയിരുന്നു നെസ്റ്റിന്റെ.
ക്വാമെ നുക്രമ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കൗൺസിൽ അംഗവും DTEC ഗാന ടെറിട്ടറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ബോർഡ് അംഗവും WAEC വെസ്റ്റ് ആഫ്രിക്കൻ എക്സാമിനേഷൻസ് കൗൺസിലിന്റെ ബോർഡ് അംഗവും ACP ആഫ്രിക്കൻ കോൺഫെഡറേഷൻ ഓഫ് പ്രിൻസിപ്പൽസിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ ഇന്നത്തെ പ്രിൻസിപ്പൽ അസോസിയേഷൻ അതിയായി ദുഃഖം രേഖപ്പെടുത്തിയും അദ്ദേഹം വലിയ തത്വബോധമുള്ള വ്യക്തിയായിരുന്നു എന്നും ആദർശധീരനായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ ഉന്നതമായിരുന്നു എന്നും എഴുതുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ വിജയങ്ങളുടെ കേന്ദ്രബിന്ദു ദീനുമായുള്ള എൻ്റെ ബന്ധവും അഹമ്മദിയ ഖിലാഫത്തുമായുള്ള എൻ്റെ ബന്ധവുമാണ്. ഒരു സ്നേഹനിധിയായ ഭർത്താവും പിതാവും കുടുംബത്തിന് വിശ്വാസത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതീകമായിരുന്നു. റമദാനിൽ പലതവണ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുമായിരുന്നു. വീട്ടുകാരെ എപ്പോഴും ആരാധനയിലേക്ക് ശ്രദ്ധ തിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നേതൃത്വ ഗുണം ഉണ്ടായിരുന്നു. ഉന്നതമായ നേതൃത്വപരമായ കഴിവായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും അദ്ദേഹത്തിന് വിനയം കൂടി ഉണ്ടായിരുന്നു. വളരെ അധികം സത്യസന്ധതയോടെയായിരുന്നു സേവനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് അവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ അബൂബക്കർ സയ്യിദ് എഴുതുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ സോൾട്ട് പോണ്ടിലെ മിഷണറി ട്രെയിനിങ് കോളേജിലേക്ക് അയച്ചു. അവിടെ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം നേടി. പിന്നീട് ലോക്കൽ മിഷണറിയായി. തുടർന്ന് പടിപടിയായി പുരോഗമിച്ച് അദ്ദേഹം തൻ്റെ മേഖലയിൽ ജമാഅത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങളിൽ നല്ലൊരു പദവി നേടുകയുണ്ടായി. ഘാനയിൽ താമസിക്കുമ്പോൾ അദ്ദേഹവുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു. വലിയ സൗഹൃദ ബന്ധമായിരുന്നു, വലിയ സ്നേഹബന്ധമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, അതായത് വിശ്വാസ്യത ആവശ്യമുള്ള കാര്യങ്ങൾ, കോൺഫിഡൻഷ്യലായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചെയ്യിക്കുമായിരുന്നു. വളരെ വിശ്വസ്തനായ വ്യക്തിയായിരുന്നു. ഖിലാഫത്തിന് ശേഷം അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്ന ബന്ധം ഉന്നതമായ ആത്മാർത്ഥതയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായിരുന്നു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും വലിയ പ്രതിബദ്ധതയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, എൻ്റെ വലിയ അനുസരണശീലനായ മകനായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലം മുതൽ എന്നെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ പറഞ്ഞു, അതിനു മുമ്പ് നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന്. അങ്ങനെ മാതാവിനെ ആദ്യം ഹജ്ജ് ചെയ്യിപ്പിച്ചു, പിന്നീടാണ് അദ്ദേഹം ഹജ്ജിന് പോയത്. അവർ പറയുന്നു, അദ്ദേഹം എന്നെ ഒരിക്കലും തനിച്ചാക്കിയില്ല, എപ്പോഴും എൻ്റെ കൂടെ നിർത്തി. ഭാര്യ പറയുന്നു, സ്നേഹനിധിയും ഉത്തരവാദിത്തമുള്ളവനുമായ ഭർത്താവായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് വാത്സല്യനിധിയായ പിതാവായിരുന്നു. എപ്പോഴും ജമാഅത്തിന് വേണ്ടി ത്യാഗങ്ങൾ അർപ്പിക്കണമെന്ന് ഉപദേശിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ എഴുതുന്നു, അദ്ദേഹം ഞങ്ങളുടെ ഈമാനെയും ആമദത്തിനെയും ശക്തമായ അടിത്തറയിൽ സ്ഥാപിച്ചു. മതത്തോടുള്ള പ്രതിബദ്ധതയുടെയും പ്രാധാന്യം അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. ഓരോ ചുവടിൽ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി. അവരുടെ ഈമാൻ ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും വഴികാട്ടിയാണെന്ന് അവർ പറയുന്നു. ഫജർ നമസ്കാരത്തിനും തഹജ്ജുദിനും അദ്ദേഹം ഞങ്ങളെ ഉണർത്താറുണ്ടായിരുന്നു. റമദാനിൽ ഇതിന് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. എല്ലാ തിങ്കൾ വ്യാഴ ദിവസങ്ങളിലും നോമ്പ് നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ വിനയം നിറഞ്ഞതായിരുന്നുവെന്ന് അവർ പറയുന്നു. തൻ്റെ കീഴിലുള്ളവരോടും ബഹുമാനത്തോടെ പെരുമാറിയിരുന്നു. വലിയ സുസ്മേരവദനായ മനുഷ്യരായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ സയ്യിദ് ബിൻ അബൂബക്കർ പറയുന്നു, പിതാവിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം എൻ്റെ രക്ഷിതാവായി. ഒരു യഥാർത്ഥ പിതാവിനെ പോലെ എന്നെ വളർത്തി. എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്നെ പരിശീലിപ്പിച്ചു, നമസ്കാരങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുകയും ചെയ്തു. അള്ളാഹു താല അദ്ദേഹത്തോട് മഗ്ഫിറത്തോടും പാപപ്പൊറുതിയോടും കാരുണ്യത്തോടും കൂടി പെരുമാറുകയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തെ പോലെ വിശ്വസ്തരും നന്മകളിൽ മുൻഗമിക്കുന്നവരുമാക്കുകയും ചെയ്യട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله